പൊന്നാര ഗൈസ്, പിണറായി വിജയനാന്ന് തോന്നുന്നു റോഡ് പോവാണ്. ഞങ്ങളിപ്പോ കോഴിക്കോടാണുള്ളത്, നടക്കാവിന്റെ അടുത്തെത്തിക്കും. ആദ്യം ഒരു പോലീസ് വണ്ടി വന്നിട്ട് എല്ലാരോടും ഇങ്ങനെ ആക്കിയിട്ട് പോണേ, എന്ന് വെച്ചാൽ സൈഡ് നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് വരുന്ന ഈ രാജാവ് എഴുന്നള്ളുകയെന്ന് കേട്ടിട്ടുണ്ടോ? ശരിക്കും അതാ, രാജാവൊക്കെ എഴുന്നള്ളുന്നതിന് മുമ്പ് ആദ്യം ഏതെങ്കിലും ഭടന്മാര് പോയിട്ട് വഴിയൊരുക്കുന്നു കേട്ടിട്ടില്ലേ? അതേപോലെ ആദ്യം ഒരു പോലീസ് വണ്ടി സൈറൻ ഇട്ടിട്ട് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ സ്ലോയില് പോകാൻ കാണിച്ച്, കൈകൊണ്ട് കാണിച്ച്. അതിന്റെ പുറകെ ഗൈസ് 3-4 പോലീസ് വണ്ടി, അതിന്റെ പുറകെ പിണറായി വിജയന്റെ അല്ലത് 1 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി, അതിന്റെ പുറകെ 2 പോലീസ് ജീപ്പ് കഴിഞ്ഞിട്ട് കമ്മീഷണർ, അതിന്റെ പുറകെ പോലീസ്, അതിന്റെ പുറകെ ആംബുലൻസ്, അതിന്റെ പുറകെ ഒരു പോലീസുകാരും. ശരിക്കും രാജാവ് വരിക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാ. അപ്പോ അമ്മാതിരി റോഡ് മേലെ ഫുള്ള് പോലീസുകാരാട്ടോ. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോന്നൊക്കെ, സിഗ്നലൊക്കെ കട്ടായി കിടക്കുക, സിഗ്നലൊക്കെ യെല്ലോ ആയി കിടക്കുക. അപ്പോ പിണറായി വിജയൻ എന്റെ പിറകെ വിട്ടിട്ടുണ്ടായിരുന്ന ഞാൻ ഇപ്പോൾക്ക് കൊയിലാണ്ടി കൈയുണ്ടാകും ആട്. അമ്മാതിരി സ്പീഡും ഉണ്ടോ ഇവർക്ക്? ഈ സ്പീഡ് ലിമിറ്റ് ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടോ. കാരണം നമുക്കൊക്കെ ചില സ്ഥലത്ത് സ്പീഡ് ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. പോരാതെ എന്റെ വണ്ടിയൊക്കെ 80 കയറുമ്പോഴേക്ക് പി നെല്ലി വിടും. അവരുടേത് 80-ലും 120-ലും നല്ല മക്കളെ പോണത്. അപ്പൊ ഇന്നോവ ആണെങ്കിൽ പോലും നമ്മുടെ സ്പീഡ് അവരുടെ സ്പീഡ് ഏകദേശം അങ്ങനെ വണ്ടിയുടെ വെച്ച് അളക്കാനും പറ്റൂല കേട്ടോ. കാരണം ഇന്നോവക്കൊക്കെ പെട്ടെന്ന് ഇത് കയറുന്നതാണ്. എന്നാലും ഇല്ലേ, ഏതായാലും ഇപ്പൊ ഏകദേശം ഞാനിപ്പം നടക്കാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരിപ്പോൾ എന്തായാലും ഒരു തിരുവങ്ങൂരൊക്കെ എത്തിയിട്ടുണ്ടാവും. അത്രയും സ്പീഡിലാണ് പോണത്. അത്രയും എല്ലാരും മാറി കൊടുക്കുക. എന്താ അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. ഒന്നുമില്ലെങ്കിലും നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണല്ലോ പോകുന്നത്. ഓരോ മനുഷ്യനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രൗഡ്. ഇനി ഒരുപക്ഷെ കമ്മ്യൂണിസം തലേ കയറിയ ആൾക്കാർക്കത് മനസ്സിലാവും, അല്ലാത്തവർക്ക് അത് മനസ്സിലാവൂല കേട്ടോ. അല്ലാത്തവർക്ക് അത് ഭയങ്കര ഇഷ്യൂ ആണ്. കമ്മ്യൂണിസം തലേ കയറിയ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അല്ലാത്തവർക്ക് മറ്റ് എന്താ പറയാ, PM പോകുമ്പോ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷയമില്ല. നമ്മുടെ മന്ത്രി പോകുമ്പോൾ വഴിയൊരുക്കി കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് വിഷയമുള്ളൂ. ഇതെന്തല്ലേ. ഏതായാലും ഒരു രാജകീയ വരുത്ത് കണ്ട് ഞങ്ങളും വീട്ടിലോട്ട് പോവാണ്. അതിന്റെ പുറകെ വെച്ച് പിടിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഫൈൻ കിട്ടിയാലാവൂല ഗൈസ്. കാരണം അവരമ്മ അതൊരു സ്പീഡിലാവണം, നമ്മളെ കൊണ്ടാവൂല ഗൈസ്. ആവില്ല എന്നൊന്നും പറയാനും പറ്റൂല കേട്ടോ. പക്ഷെ വെറുതെ എന്തിനാണ് ഈ ആംബുലൻസിന്റെ ഒക്കെ പുറകെ ചിലര് ബ്ലോക്കിൽ വെച്ച് പിടിക്കാറുണ്ട്. അതേപോലെ നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. പക്ഷെ വെറുതെ എന്തിനാ പോകുന്ന വേലി ഏണി വെച്ച് പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ബാക്കി ഡീറ്റെയിൽ ഒക്കെ വീട്ടിലെത്തിയിട്ട് തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആയി ഗൈസ്. ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു. ഇതേ പോലീസുകാരൊക്കെ ഇപ്പോൾ പോകുന്ന വീടോ. എത്ര NCCന്റെ അടുത്തൊക്കെ എത്ര പോലീസുകാരതൊക്കെ ഉണ്ടോ ഗൈസ്. രാജാവിന് വഴിയൊരുക്കൂന്നല്ലേ പറഞ്ഞ. കൊച്ചി രാജാവിലും പറഞ്ഞ ഒറ്റ ഡയലോഗ് ഉണ്ടല്ലോ ജഗതിന്റെ, രാജാവിന് എന്തൊക്കെയോ, അത്രേ ഉള്ളൂ. അപ്പൊ രാജാവിന് എന്തൊക്കെയോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അങ്ങ് പറഞ്ഞിട്ട് പോവാം. മഴ പൊടിയുന്നു ഗൈസ്. ഈ രാത്രി മഴ പൊടിഞ്ഞാൽ സത്യം പറയാച്ച ഞാൻ മുന്നോട്ടൊന്നും കാണാറില്ല കേട്ടോ. പിന്നൊക്കെ ഒരു ഊഹാപോഹത്തിന്റെ പുറത്തങ്ങ് പോവുക എന്നല്ലാതെ എന്താ എൻ്റെ വണ്ടിയുടെ ലൈറ്റ്, നമ്മൾ ലൈറ്റ് എന്നൊന്നും പറയാൻ പാടില്ല, എന്നാലും വേണ്ടില്ല ലൈറ്റ്. പിന്നെ ഞാൻ കമ്പനി ലൈറ്റ് അല്ല എന്ന് പറയാൻ കാരണം വൈറ്റ് ലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പം ഭയങ്കരാണ് വൈറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു ലൈറ്റായിട്ടേ കാണുള്ളൂ. എന്തോ ഏതായാലും ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട് വിശദ വിവരങ്ങൾ തരാം. നല്ല മഴയുണ്ട്.
അപ്പൊ അങ്ങനെയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഓക്കെ.